भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ ഏകോനഷഷ്ടിതമോऽധ്യായ. രാജോവാച യഥാഹതോ ഭഗവതാ ഭൗമോ യേന ച താസ്ത്രിയ നിരുദ്ധാ ഏതദാചക്ഷ്വ വിക്രമം ശാർഗധന്വനാ. ശ്രീശുക ഉവാച ഇന്ദ്രേണ ഹൃതഛത്രേണ ഹൃതകുണ്ഡലബന്ധുനാ ഹൃതാമരാദ്രിസ്ഥാനേന ജ്ഞാപിതോ ഭൗമചേഷ്ടിതം. സഭാര്യോ ഗരുഡാരൂഢ പ്രാഗ്ജ്യോതിഷപുരം യയൗ ഗിരിദുർഗൈ ശസ്ത്രദുർഗൈ ജലാജ്ഞനിലദുർഗമം മുരപാശായുധൈർഘോരൈർദൃഢൈ സർവത്ര ആവൃതം. ഗദയാ നിർബിഭേദാദ്രീൻ ശസ്ത്രദുർഗാണി സായകൈ ചക്രേണാഗ്നിം ജലം വായും മുരപാശാംസ്തധാസിന. ശംഖനാദേന യന്ത്രാണി ഹൃദയാനി മനസ്വിനാം പ്രാകാരം ഗദയാ ഗുർവ്യാ നിർബിഭേദ ഗദാധര. പാഞ്ചജന്യധ്വനിം ശ്രുത്വാ യുഗാന്താശനിഭീഷണം മുരശയാന ഉത്തസ്ഥൗ ദൈത്യ പഞ്ചശിരാജലാൽ. ത്രിശൂലമുദ്യമ്യ സുദുർനിരീക്ഷണോ യുഗാന്തസൂര്യാനലോചിരുൽബണ. ഗ്രസം സ്ത്രിലോകീമിവ പഞ്ചഭിർമുഖൈരഭ്യദ്രവത്താർക്ഷ്യസുതം യഥോരഗ. ആവിധ്യശൂലം തരസാ ഗരുന്മതേ നിരസ്യ വക്രൈവ്യനദൽ സ പഞ്ചഭീ. സാ രോദസീ സർവദിശോന്തരം മഹാനാപൂരേന്നണ്ഡകടാഹമാവൃണോൽ. തദാപതദ്വൈ ത്രിശിഖം ഗരുന്മതേ ഹരിശ്ചരാഭ്യാമഭിനൽത്രിധൗജസാ. മുഖേഷു തം ചാപി ശരൈരതാടയൽ തസ്മൈ ഗദാം സോപിരുഷാവ്യമുഞ്ചത. താമാപതന്തിം ഗദയാ ഗദാമൃധേ ഗദാഗ്രജോ നിർബിഭിദേ സഹസ്രധാ. ഉദ്യമേ ബാഹൂനഭിധാവതോജിത ശിരാംസി ചക്രേണ ജഹാരലീലയാ. വ്യസുപപാദാംഭസി കൃതശീർഷോ നികൃതശൃംഗോദ്രിരിവേന്ദ്ര തേജസാ. തസ്യാത്മജാ സപ്തപിതുർവധാതുരാ പ്രതിക്രിയാമർഷജുഷാ സമുദ്യതാ. താമ്രോന്തരീക്ഷശ്രവണോ വിഭാവസുർവസുർനഭസ്വാനരുണശ്ച സപ്തമാ. പീഠം പുരസ്കൃത്യ ചമോപതിം മൃധേ ഭൗമപ്രയുക്തോ നിരഗൻ ധൃതായുധാ. പ്രായുഞ്ചതാസാദ്യശരാനസീൻഗദ ശക്തിഷ്ടിശൂലാന്യജിതേരുഷോൽബണ. ത്വച്ഛസ്ത്രകൂടം ഭഗവാൻ സ്വമാർഗണൈരമോഘവീര്യസ്ഥിലശശ്ചകർത്തഃ. താൻ പീഠമുഖ്യാനനയൽ യമക്ഷയം നികൃത്തശീർഷോരുഭുജാഘ്രിവർമ്മണ.
സ്വാനീകപാനച്യുതചക്രസായകൈസ്തഥാ നിരസ്താൻ നരകോ ധരാസുത നിരീക്ഷ്യ ദുർമർഷണ ആസ്രവന്മദേർഗജൈ പയോധിപ്രഭവേർനിരാക്രമൽ ദൃഷ്ട്വാ സഭാര്യം ഗരുഡോപരി സ്ഥിതം സൂര്യോപരിഷ്ടാൽ സതടിഘനം യഥാ കൃഷ്ണം സ തസ്മൈ വ്യസൃജച്ഛദഗ്നിം യോധാശ്ച സർവേ യുഗപൽ സവിവ്യധൂ തദ്ഭൗമസൈന്യം ഭഗവാൻ ഗദാഗ്രജോ വിചിത്രവാജൈ നിശിതൈശിലീമുഖൈ നികൃതബാഹൂരുശിരോധ്രവിഗ്രഹം ചകാര തർഹ്യേവ ഹതാശ്വകുഞ്ചരം യാനി യോധൈ പ്രയുക്താനി ശാസ്ത്രാസ്ത്രാണി കുരുദ്വഹ ഹരിസ്താന്യച്ഛിനത്തീക്ഷ്ണൈ ശരൈരേകൈകശസ്ത്രിഭിः ഉഹ്യമാന സുപർണേനാപക്ഷാഭ്യാം നിഘ്നതാ ഗജാ ഗരുന്മതാ ഹന്യമാനസ്തുണ്ടപക്ഷനഖൈർഗജാ പുരമേവാവിശന്നാർത്താ നരകോ യുധ്യയുധ്യത ദൃഷ്ട്വാ വിദ്രാവിതം സൈന്യം ഗരുഡേനാർദിതം സ്വകം തം ഭൗമപ്രാഹരച്ഛക്ത്യാ വജ്രപ്രതിഹതോ യഥാ നാകമ്പത ത്വയാ വിദ്ധോ മാലാഹത ഇവ ദ്വിപാ ശൂലം ഭൗമോച്യുതം ഹന്തുമാദദേ വിതധോദ്യമ തദ്വിസർഗാൽ പൂർവമേവ നരകസ്യ ശിരോഹരി അപാഹരൽ ഗജസ്ഥസ്യ ചക്രേണ ക്ഷുരനേമിന സകുണ്ടലം ചാരുകിരീടഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലൽ ഹാഹേതി സാധ്വിത്യുർഷയാ സുരേശ്വര മാല്യേർമുകുന്ദം വികിരന്ത ഈഡിരേ തതശ്ച ഭൂകൃഷ്ണമുപേത്യ കുണ്ടലേ പ്രതപ്തജാംബൂനദരത്നഭാസ്വരേ സ വൈജയന്ത്യാവനമാലയാർപ്പയൽ പ്രാചേതസം ഛത്രമധോ മഹാമണിം അസ്തൗഷീദഥ വിശ്വേശം ദേവീദേവവരാർച്ചിതം പ്രാഞ്ജലിപ്രണതാരാജൻ ഭക്തിപ്രവണയാ ധിയാ ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തു തേ നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ അജായ ജനയിത്രേസ്യ ബ്രഹ്മണേനന്ദശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തു തേ ത്വം വൈ സിസൃക്ഷുരജ ഉത്കടം പ്രഭോ തമോ നിരോധായ ബിഭർഷ്യ സംവൃത സ്ഥാനായ സത്വം ജഗദോ ജഗൽപതേ കാലപ്രധാനം പുരുഷോ ഭവാൻ പര അഹം പയോ ജ്യോതിരധാനിലോ നഭോ മാത്രാണി ദേവാ മന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയ്യദ്വിതീയേ ഭഗവന്നയം ഭ്രമ തസ്യാത്മജോയം തവ പാദപങ്കജം ഭീത പ്രപന്നാർത്തിഹരോപസാദിത തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാഖിലകൽമഷാപഹം ശ്രീശുക ഉവാച ഇതി ഭൂമ്യാർത്ഥിതോ വാഗ്ഭിർഭഗവാൻ ഭക്തിനമ്രയാ ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശൽ സകലർധിമൽ തത്ര രാജന്യകന്യാനാം ഷട്സാഹസ്രാധികായുതം ഭൗമാഹൃതാനാം വിക്രമ്യ രാജഭ്യോ ദദൃശേ ഹരി തം പ്രവിഷ്ടം സ്ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിത മനസാ വവ്രിരേഭീഷ്ടം പതിം ദൈവോപസാദിതം ഭൂയാൽ പതിരയം മഹ്യം ധാതാ തദനുമോദതാം ഇതി സർവപൃഥക് കൃഷ്ണേ ഭാവേനാഹൃദയം ദധു താ പ്രാഹിണോദ്വാരവതിം സുമുഷ്ടവിരജോംബര നരയാനൈർമഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹൽ ഐരാവതകുലേഭാംശ്ച ചതുർദന്താസ്തരസ്വിന പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിം പ്രേഷയാമാസ കേശവാം ഗത്വാ സുരേന്ദ്രഭവനം ദത്വാദിത്യൈ ച കുണ്ടലേ
പൂജിതസ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ ച സ്വപ്രിയ ചോദിതോ ഭാര്യയോത്പാട്യ പാരിജാതം ഗരുന്മതി ആരോപ്യസേന്ദ്രാൻ വിബുധാൻ നിർജിത്യോപാനയൽപുരം സ്ഥാപിതഃ സത്യഭാമായ ഗൃഹോദ്യാനോപശോഭന അന്വഗുർഭ്രമരാ സ്വർഗാൽ തദ്ഗന്ധാസവലംബട യയാച ആനമ്യ കിരീടകോടിഭിः പാദൗ സ്പൃശന്നച്യുതമർത്ഥസാധനം സിദ്ധാർത്ഥയേതേന വിഗൃഹ്യത്തെ മഹാനഹോസുരാണാം ച തമോധിഗാഢ്യതാം അഥോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു താ സ്ത്രിയ യഥോപയേമേ ഭഗവാൻ സ്ഥാവദ്രൂപധരോവ്യയ ഗൃഹേഷു താസാമനപായ്യതർക്യകൃന്നിരസ്തസാമ്യാതിശേഷ്വസ്ഥിത രേമേ രമാഭിർനിജകാമ സംപ്ലുതോ യഥേതരോ ഗാർഹകമേധികാംശ്ചരൻ ഇദ്ധം രമാപതിമവാപ്യ പതിം സ്ത്രിയസ്താ ബ്രഹ്മാദയോപി ന വിദുഃ പദവിം യദീയാം ഭേജുർമുദാ വിരതമേധിതയാനുരാഗഹാസാവലോകനവസംഗമജൽപലജ്ജാം പ്രത്യുദ്ഗമാസനവരാർഹണപാദശൗചതാംബൂലവിശ്രവണവീജനഗന്ധമാല്യൈ കേശപ്രസാരശയനസ്തപനോപഹാര്യൈർ ദാസീശതാ അപി വിഭോർവിദധുസ്മദാസ്യം. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പാരിജാതഹരണ നരകവധോ നാമ ഏകോനഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് ദശമസ്കന്ധം 59-ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. നരകാസുരനെ ഭഗവാൻ നിഗ്രഹിച്ചതും നരകാസുരൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആ തടവിൽ പാർപ്പിക്കപ്പെട്ട സ്ത്രീകളെ തൻ്റെ ഭാര്യമാരായി ഭഗവാൻ സ്വീകരിച്ചതുമാണ് ഈ ദിവസം 635-ാമത്തെ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. ഇവിടെ പരീക്ഷിത്ത് ശ്രീ ശിവബ്രഹ്മർഷിയുടെ അടുത്ത് ചോദിക്കുന്നു, യഥാഹതോ ഭഗവതോ ഭൗമോ യേന ച താ സ്ത്രിയ നിരുദ്ധ ഏതദാചക്ഷ വിക്രമം ശാർംഗധന്വന. കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ നരകാസുരനെ നിഗ്രഹിച്ച് സുന്ദരികളായ ആ തടവിൽ പാർപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ മുഴുവൻ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പോഴാണ് ആ കഥ വിസ്തരിച്ചു കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് ഈ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ പരീക്ഷിത്ത് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഏന താ സ്ത്രീയ, ആരാൽ ആ സ്ത്രീകൾ നിരോധിക്കപ്പെട്ടുവോ, സാ ഭൗമ, ആ നരകാസുരൻ, യഥാ ഭഗവതാ ഹത, ഏത് തരത്തിലാണ് ഭഗവാനാൽ കൊല്ലപ്പെട്ടത്, ശാർംഗധന്വനഃ ഏതത് വിക്രമം, ശാർംഗധന്വാവിൻ്റെ അല്ലെങ്കിൽ ശാർംഗധാരിയായിരിക്കുന്ന ആ ശാർംഗം എന്ന വില്ല് ധരിച്ച ഭഗവാന്റെ പരാക്രമത്തെ ആചക്ഷ്വ, പറഞ്ഞു തരണേ എന്ന് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോഴാണ് ശ്രീ ശിവബ്രഹ്മർഷി ആ രംഗം വർണ്ണിക്കുന്നത്. നരകാസുരനുമായിട്ടുള്ള യുദ്ധം. ഇന്ദ്രേണ ഹൃദഛത്രേണ ഹൃദകുണ്ടലബന്ധുന ഹൃദാമരാദ്രിസ്ഥാനേന ജ്ഞാപിതോ ഭൗമചേഷ്ടിതം. ഭഗവാനെ അതിഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ ദിവ്യമായ ലീല. ഹൃദഛത്രേണ, ഹരിക്കപ്പെട്ട ഛത്രത്തോടു കൂടിയവനും, ഹൃദകുണ്ടലബന്ധുന, ഹരിക്കപ്പെട്ട കുണ്ടലങ്ങളോടുകൂടിയ ബന്ധുവിനോടുകൂടിയവനും, ഹൃദാമരാദ്രിസ്ഥാനേന, ഹരിക്കപ്പെട്ട സുമേരു പർവ്വതത്തിലുള്ള സ്ഥാനത്തോടു കൂടിയവനുമായ ഇന്ദ്രേണ, ഇന്ദ്രനാൽ, ഭൗമചേഷ്ടിതം
ജ്ഞാപിതഃ. ഭൗമാസുരന്റെ നരകാസുരന്റെ ആ പ്രവൃത്തിയെ ഭഗവാൻ അറിഞ്ഞു. നരകാസുരൻ എവിടെ എവിടെ നല്ല സാധനങ്ങളുണ്ടോ അത് മുഴുവൻ അപഹരിക്കുക എന്നുള്ളത് നരകാസുരന്റെ ഒരു രീതിയായി മാറി. അങ്ങനെയാണ് ഇത്രയധികം സുന്ദരികളായ പെൺകുട്ടികളെ തൻ്റെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് ആ രീതിയിൽ തടവിൽ പാർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മണ്ണിലുള്ള വസ്തുക്കൾ മാത്രമല്ല, നേരെ വിണ്ണിലുള്ള വസ്തുക്കളും അപഹരിച്ചു എന്ന് പറയുന്നു. അവിടെ നരകാസുരൻ വരുണന്റെ ഛത്രം അപഹരിച്ചു. ഇന്ദ്രൻ ദിക്പാലകനായതുകൊണ്ട് വരുണന്റെ ഛത്രത്തെയാണ് അപഹരിച്ചതെങ്കിലും അതുകൊണ്ടുള്ള അപമാനം ഇന്ദ്രന് തന്നെയാണ്. അതേപോലെ ഇന്ദ്രന്റെ മാതാവായ അതിഥിയുടെ കുണ്ഡലങ്ങൾ, മഹാമേരുവിൽ ഇന്ദ്രനുള്ള മണിപർവ്വതം എന്ന സ്ഥാനം, ഇതൊക്കെ നരകാസുരൻ സ്വന്തമാക്കി. ഇങ്ങനെ ദേവേന്ദ്രൻ ഭഗവാന്റെ അടുത്ത് വന്ന് നരകാസുരന്റെ ഈ പ്രവൃത്തികളെക്കുറിച്ച് നരകാസുരന്റെ പിതാവ് തന്നെയായ ഭഗവാന്റെ അടുത്ത് അറിയിച്ചു. എങ്ങനെയാ ഭഗവാന്റെ ആ പിതൃത്വത്തെക്കുറിച്ച് പറയണത്? ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോൾ ഭൂമിദേവിയിൽ ഭഗവാനുണ്ടായ പുത്രനാണ് നരകാസുരൻ. അപ്പൊ അതുകൊണ്ട് ഈ നരകാസുരൻ ഭഗവാന്റെ കൈകൊണ്ട് മാത്രമേ മരണം കിട്ടുകയുള്ളൂ എന്ന ഒരു ഉറപ്പ്, അതുകൊണ്ട് തന്നെ നരകാസുരൻ വലിയ അഹങ്കാരിയായി മാറി. ഭഗവാനോ ഇതറിഞ്ഞു. സഭാര്യോ ഗരുഡാരൂഢ പ്രാഗ്ജ്യോതിഷപുരം യയൗ ഗിരിദുർഗൈ ശസ്ത്രദുർഗൈർജലാഗ്ന്യനിലദുർഗമം മുരപാശായുധൈർഘോരൈർദൃഢൈ സർവത്ര ആവൃതം. പ്രാഗ്ജ്യോതിഷപുരം എന്ന നരകാസുരന്റെ ആ കൊട്ടാരത്തെക്കുറിച്ച് പറയുകയാണ്. ഗിരിദുർഗൈ പർവ്വത ദുർഗങ്ങൾ, ശസ്ത്രദുർഗൈ അസ്ത്രങ്ങളാകുന്ന ദുർഗങ്ങൾ, ജലാഗ്നില ദുർഗമം ജലം, അഗ്നി, അനിലൻ കാറ്റ്, ഇങ്ങനെയുള്ള ദുർഗങ്ങൾ, ഘോരൈ ദൃഢൈ മുരപാശായുധൈ അതിഭയങ്കരമായ മുറിക്കാൻ കഴിയാത്ത മുരന്റെ ആ അയുധം പാശം 10,000 ആ പാശങ്ങൾ, സർവതഃ എല്ലാ ദിക്കിലും ചുറ്റപ്പെട്ടിരിക്കുന്ന ആ പ്രാഗ്ജ്യോതിഷപുരം. അവിടെ സഭാര്യ ഭാര്യയോടുകൂടി ഗരുഡാരൂഢ ഗരുഡനിലിരുന്നു കൊണ്ട് ഭഗവാൻ എത്തിച്ചേർന്നു. എന്താ ഭാര്യയോടുകൂടി പോയി എന്ന് പറഞ്ഞാൽ? ഗരുഡന്റെ പുറത്ത് വേറൊരു സൈന്യം ഉണ്ടായില്ല, ഭഗവാൻ മാത്രം. ഭഗവാൻ എല്ലാം നിഷ്പ്രയാസം. ഒരു ഉല്ലാസയാത്രയ്ക്ക് പോണത് പോലെയാണ് ശ്രീകൃഷ്ണൻ പോയത് എന്നാണ്. ഗരുഡന്റെ പുറത്തു കയറി ഭൂമിയുടെ തന്നെ അവതാരമായിരിക്കുന്ന സത്യഭാമയെയും കൂട്ടി പ്രാഗ്ജ്യോതിഷപുരം എന്ന പുരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. പട്ടേരിപ്പാട് പറയുന്നുണ്ട്, പ്രാഗ്ജ്യോതിഷപുരത്തെ ശോണിതപുരമാക്കി, ചോരയുടെ പുരമാക്കി മാറ്റി ഭഗവാൻ യുദ്ധത്തില്. ശോണിതപുരം എന്നുള്ളത് ബാണന്റെ കൊട്ടാരാണ്. പട്ടേരിപ്പാടിന്റെ ഒരു ഭാവനാവിലാസം എന്ന് മാത്രം കരുതിയാൽ മതി. ഏതായാലും വെറും ഒരു വിനോദയാത്രയ്ക്ക് എന്നതുപോലെ യുദ്ധത്തിനുള്ള പരിശ്രമം ലവലേശമില്ലാതെ അവിടുന്ന് ആ ഇന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സത്യഭാമയോടുകൂടി ഭഗവാൻ പോണു. നാരദ മഹർഷി ഒരു പാരിജാത പൂവ് കൃഷ്ണൻ ഒരു ദിവസം കൊടുത്തു അത്രേ. അത് കൃഷ്ണൻ രുക്മിണിക്ക് കൊടുത്തു. അപ്പൊ സത്യഭാമയ്ക്ക് തോന്നി തനിക്കും വേണമെന്ന്. അപ്പൊ പറഞ്ഞു, നിനക്ക് ഞാൻ പാരിജാത വൃക്ഷം തന്നെ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെ സജ്ജനങ്ങൾ അങ്ങനെ ഒരു കഥ പറയാറുണ്ട്. അതിനുള്ള പുറപ്പാടാണ് ഭഗവാന്റെ. ശപഥം നിവർത്തിക്കാൻ വേണ്ടി സത്യഭാമയോടുകൂടി പോയി അത്രേ. ഭൂമിയുടെ പുത്രനായ നരകാസുരനെ ഭൂമിദേവിയുടെ സമ്മതപ്രകാരേ വധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രീകൃഷ്ണൻ ഭൂമിദേവിയോട് ചെയ്ത സത്യം, അതിന് ഭൂമിയുടെ അംശമായിരിക്കുന്ന സത്യഭാമ കൂടി കൂടെ ഉണ്ടാവണം എന്ന് ഭഗവാൻ ഉറപ്പിച്ചു. അങ്ങനെയും മറ്റു ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഏതായാലും ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തു കയറി സ്വർഗത്തിലേക്ക് പോയപ്പോ ഗരുഡവാഹനനായിരിക്കുന്ന ഭഗവാൻ നേരെ നരകാസുരന്റെ പ്രാഗ്ജ്യോതിഷപുരം എന്ന ആ പുരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തൻ്റെ ഈ പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് മറ്റുള്ളവർ ശത്രുക്കൾ കടക്കാതിരിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള തടസ്സങ്ങൾ, ദുർഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യം പർവ്വതങ്ങൾ, ഗിരിദുർഗം, അതേപോലെ തന്നെ അത് കഴിഞ്ഞാലോ ആ പർവ്വത തുല്യമായിട്ടുള്ള മതിലുകൾ, അത് കഴിഞ്ഞാലോ അവിടെ ആ 4 ഭാഗത്തും
വളച്ച് അതിൻ്റെ മീതെ സ്പർശനമുണ്ടായാൽ മുറിപ്പെടാൻ പാകത്തിനുള്ള ശസ്ത്രങ്ങൾ അതിൻ്റെ ചുറ്റും ഉറപ്പിച്ചിട്ടുണ്ട് ഈ മതിലുകളിൽ. പിന്നെ അഗാധമായിരിക്കുന്ന കിടങ്ങ്, അത് കടന്നാൽ 4 ഭാഗത്തും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിദുർഗം, അതും കഴിഞ്ഞാൽ എപ്പോഴും ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറ്റിൻ്റെ അനിലദുർഗം, ചുഴലിക്കാറ്റ്, അത് കഴിഞ്ഞാൽ ആ കടക്കുന്നവനെ വരിഞ്ഞ് മുറുക്കാൻ പാകത്തിനുള്ള മുരാസുരന്റെ പാശങ്ങൾ, ഇങ്ങനെ നിരവധി ദുർഗങ്ങളുള്ളത് കൊണ്ട് ആർക്കും, സാധാരണ രീതിയിൽ ഒരാൾക്കും പ്രാഗ്ജ്യോതിഷപുരത്തിനകത്തേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി അങ്ങോട്ട് ചെന്നു. ഗദയാ നിർബിഭേദാദ്രീൻ, തൻ്റെ കയ്യിലുള്ള കൗമോദകി എന്ന ഗദ കൊണ്ട് ആ പർവ്വതങ്ങളെ, ഗിരിദുർഗങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞു. ശസ്ത്രദുർഗാണി, ശസ്ത്രദുർഗങ്ങളെയോ സായകൈഹി, തൻ്റെ ബാണങ്ങൾ കൊണ്ട് തകർത്തെറിഞ്ഞു. അഗ്നിം ജലം വായും ചക്രേണ, അഗ്നി, വായു, അതേപോലെ ജലം, ഇത് മൂന്നിനെയും സുദർശന ചക്രത്തിന്റെ തേജസ്സിൽ ഇല്ലാതെയാക്കി. തഥാ, അതേപോലെ തന്നെ മുരപാശാൻ, മുരന്റെ ആ പാശങ്ങളെ, കയറുകളെ, അസിന നിർബിഭേദ, ഭഗവാൻ തൻ്റെ വാളുകൊണ്ടും മുറിച്ച് തകർത്തെറിഞ്ഞു എന്ന് പറയുന്നു. ശംഖനാദേന യന്ത്രാണി ഹൃദയാനി മനസ്വിനാം പ്രാകാരം ഗദയാ ഗുർവ്യാ നിർബിഭേദ ഗദാധര. അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ആ യന്ത്രങ്ങളെയും മനസ്വിനാം ഹൃദയാനി, ധീരന്മാരുടെ മനസ്സിനെയും പ്രാകാരത്തെയും ഗുർവ്യാ ഗദയ, അതിമഹത്തായ ഗദ കൊണ്ടും ശംഖനാദേന, പാഞ്ചജന്യത്തിന്റെ ധ്വനി കൊണ്ടും അതിനെയും തകർത്തെറിഞ്ഞു. ഗദാധര, ഗദാവിദ്യയിൽ ശ്രേഷ്ഠനായിരിക്കുന്ന, കൗമോദകി ധരിച്ചിരിക്കുന്ന ഭഗവാൻ എല്ലാത്തിനെയും തകർത്തെറിഞ്ഞു. പാഞ്ചജന്യ ധ്വനിം ശ്രുത്വാ യുഗാന്താശനിഭീഷണം മുരശയാന ഉത്തസ്ഥൗ ദൈത്യ പഞ്ചശിരാജലാത്. യുഗാന്ത അശനിഭീഷണം, യുഗത്തിന്റെ അവസാനത്തിലുള്ള അശനിപാതം, ഇടിപോലെ ഭയങ്കരമായ ആ പാഞ്ചജന്യ ധ്വനിം, ശംഖനാദത്തെ കേട്ടിട്ട്, ശ്രുത്വ പഞ്ചശിരാഹ, 5 തലയുള്ള, പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേട്ടപ്പോ പഞ്ചശിരസ്സുള്ള, 5 തലയുള്ള, ശയാനം മുരഹ, കിടക്കുന്ന മുരൻ എന്ന ആ ദൈത്യൻ, ആ അസുരൻ, ജലാദ് ഉത്തസ്ഥൗ, ജലത്തിൽ നിന്നും എഴുന്നേറ്റു. കിടങ്ങിലെ വലിയ ജലത്തിലാണ് ഈ മുരാസുരൻ കിടക്കുന്നത്. പ്രളയകാലത്തിലെ മേഘനിർഘോഷം പോലെ ഭഗവാന്റെ പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേട്ടപ്പോ അവിടുന്ന് വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റു. പാഞ്ചജന്യ ധ്വനി അസുരന്മാർക്ക് പേടി, ശിഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക്, സജ്ജനങ്ങൾക്ക് എന്നും സന്തോഷം, ഭക്തന്മാർക്ക് പരമാനന്ദം, ജ്ഞാനികൾക്ക് പരമജ്ഞാനപ്രദം. അത്രയും ശ്രേഷ്ഠതയുള്ളതാണ് ഭഗവാന്റെ പാഞ്ചജന്യം. ആ പാഞ്ചജന്യ ധ്വനി കേട്ട് അവിടെ നിന്ന് മുരൻ ചാടി എഴുന്നേറ്റു എന്നും പറയുന്നു. ത്രിശൂലമുദ്യമ്യ സുദുർനിരീക്ഷണോ യുഗാന്തസൂര്യാനലരോചിരുൽബണ ഗ്രസം സ്ത്രിലോകീമിവ പഞ്ചഭിർമുഖൈ അഭ്യദ്രവത്താർക്ഷ്യസുതം യഥോരഗ. മുരന്റെ വരവാണ് പറഞ്ഞത്. യുഗാന്ത സൂര്യാനലരോചി, യുഗാന്തത്തിലെ സൂര്യനെ പോലെ, ആ യുഗാന്തത്തിലെ ഇടിമുഴക്കം പോലെ പാഞ്ചജന്യ ധ്വനി ഉയർന്നപ്പോ ആ യുഗാന്തത്തിലെ സൂര്യൻ, അല്ലെങ്കിൽ അഗ്നിക്ക് തുല്യമായ ശോഭയോടുകൂടിയ ഉൽബണഹ, അതിക്രൂരനായിരിക്കുന്ന സുദുർനിരീക്ഷണ, നോക്കാൻ കഴിയാത്തവനായ ആ സുരൻ, ത്രിശൂലം ഉദ്യമ്യ, ത്രിശൂലം ഉയർത്തിപ്പിടിച്ചിട്ട്, ഉരഗഹ താക്ഷ്യസുതം യഥാ, സർപ്പം ഗരുഡനെ എന്നതുപോലെ, പഞ്ചഭീമുഖൈ, 5 മുഖങ്ങൾ കൊണ്ട്, ത്രിലോകിം ഗ്രസനിവ, 3 ലോകങ്ങളെയും ഗ്രസിക്കാൻ എന്ന തരത്തിൽ എവിടുന്ന് ഒരു വരവ്. അതിഭയങ്കരമായിരിക്കുന്ന പ്രകാശപൂരിതമായ സൂര്യനെ പോലെ, പ്രളയസൂര്യനെ പോലെ,
പ്രളയകാലത്തിലെ ആ ബഡവാൻഹി എന്നതുപോലെ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കില്ല. അത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന മുരൻ 5 മുഖങ്ങൾ കൊണ്ട് ഒരേ സമയത്ത് 3 ലോകങ്ങളെയും വിഴുങ്ങാൻ പാകത്തിന് പാഞ്ഞു വരുന്നു. 5 തലയുള്ള സർപ്പം ഗരുഡന്റെ അടുത്തേക്ക് എങ്ങനെയാ വരിക? അതേപോലെ ഭഗവാന്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണന്റെ നേർക്ക് ശൂലവും എടുത്തുകൊണ്ട് പാഞ്ഞ് വരുന്നു. ഇവിടെ മുരൻ നശിക്കുകയായി എന്നാണ്. ഗരുഡന്റെ നേർക്ക് സർപ്പം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗരുഡൻ നിഷ്പ്രയാസം അതിനെ ഇല്ലാതെയാക്കും. ഇതേപോലെ ആ മുരനാകുന്ന സർപ്പം, സർപ്പശായിയായിരിക്കുന്ന ഗരുഡവാഹനനായിരിക്കുന്ന ഭഗവാന്റെ നേർക്ക് പാഞ്ഞ് എത്തി എന്നാണ്. ആവിധ്യശൂലം തരസാ ഗരുന്മതേ നിരസ്യ വക്ത്രൈർവ്യനദൽസ പഞ്ചഭീ സരോദസീ സർവദിശോന്തരം മഹാനപൂരയൻ അണ്ഡകടാഹമാവൃണോൽ സാ ശൂലം ആവിദ്യ. അവൻ തൻ്റെ ശൂലത്തെ ചുഴറ്റി തരസ ബലത്തോടുകൂടി ഗരുന്മതേ നിരസ്യ ഗരുഡന്റെ നേർക്ക് എറിഞ്ഞു ശൂലം. പഞ്ചഭീ വക്രൈ 5 മുഖങ്ങൾ കൊണ്ട് അട്ടഹസിച്ചു, വ്യനതൽ ശബ്ദിച്ചു. ആ സ മഹാൻ, ആ ഭയങ്കരമായ ശബ്ദം രോദസി സർവദിശ അന്തരം ആപൂരയൻ. ആ ശബ്ദം ആകാശം, ഭൂമി, 4 ദിക്കുകൾ ഒക്കെ നിറഞ്ഞു. അതിനെ മുഴുവൻ നിറച്ച് അണ്ഡകടാഹം ആവൃണോൽ, അണ്ഡകടാഹത്തെ തന്നെ മുഴക്കി എന്ന് പറയുന്നു. എല്ലാവരും അത്ഭുതകരമായിരിക്കുന്ന അട്ടഹാസ ശബ്ദം. തദാപതദ്വൈ ത്രിശിഖം ഗരുന്മതേ ഹരിശരാഭ്യാമഭിനൽ ത്രിധൗജസാ മുഖേഷു തം ചാപി ശരൈരതാടയൽ തസ്മൈ ഗദാം സോപി രുഷാവ്യമുഞ്ചത. ഗരുന്മതേ ആപതൽ, ഗരുഡന്റെ നേർക്ക് വരുന്ന തത്രിശിഖം, ആ ശൂലത്തെ ഹരി, ആ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശരാഭ്യാം ത്രിധ 2 ബാണങ്ങൾ കൊണ്ട് 3ആയിട്ട് ഓജസ ശക്തിയോടെ അഭിന അതിനെ ഭേദിച്ചു, മുറിച്ചു കളഞ്ഞു. തം ച അപി അവനെയും മുഖേഷു അവന്റെ മുഖങ്ങളിലും ബാണങ്ങൾ കൊണ്ട് ശരൈ അതാടയൽ ബാണങ്ങൾ കൊണ്ട് ആ താടിച്ചു, അല്ലെങ്കിൽ നേരെ ബാണം പ്രയോഗിച്ചു. സാപി അവനോ രുഷാ തസ്മൈ ഗദാം വ്യമുഞ്ചത ഗദാധാരിയായിരിക്കുന്ന ഭഗവാന്റെ നേർക്ക് ഗദ പ്രയോഗിച്ചു മുരൻ എന്നും പറയുന്നു. അങ്ങനെ മുരൻ ഇത്രയും പരാക്രമം കാണിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്നപ്പോ ഗദാധാരിയായ ഭഗവാന് നേരെ ഗദ പ്രയോഗിച്ച അവന് നേരെ ഭഗവാൻ ചക്രധാരിയായി സുദർശനത്തെ പ്രയോഗിച്ചു എന്നാണ്. താമാപതന്തിം ഗദയാ ഗദാമൃതേ തദ്ഗദാഗ്രജോ നിർബിഭിദേ സഹസ്രധാ ഉദ്യമ്യ ബാഹൂനഭിധാവതോജിത ശിരാംസി ചക്രേണ ജഹാര ലീലയാ. ഒരു ലീല, ഭഗവാന്റെ ഒരു കളി മാത്രമാണ്. ആപതന്തിം താം ഗദാം, തൻ്റെ നേർക്ക് വരുന്ന ആ ഗദയെ ഗദാഗ്രജ, ആ ശ്രീകൃഷ്ണൻ മൃധേ ഗദയാ യുദ്ധത്തിൽ ഗദ കൊണ്ട് തന്നെ സഹസ്രധ നിർബിഭിതേ പലതായി അനേകമായി മുറിച്ചു. ബാഹുൻ അവന്റെ കൈകളെ ഉയർത്തിയിട്ട് അഭിധാവത കൈ ഉയർത്തിക്കൊണ്ടുവരുന്ന അവനെ ശിരാംസി അവന്റെ ശിരസ് 5 തലയുണ്ടല്ലോ, ആ 5 തലയെയും ചക്രേണ ചക്രം കൊണ്ട് സുദർശന ചക്രം കൊണ്ട് ലീലയ അജിതഹ ജഹാര വെറുമൊരു കുട്ടിക്കളിയായിട്ട് അജിതനായ ആർക്കും ജയിക്കാൻ സാധിക്കാത്ത ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജഹാര മുറിച്ച് താഴെയിട്ടു എന്നും പറയുന്നു. അങ്ങനെ ആ മുരനെ നിഗ്രഹിക്കുന്ന മുരരിപു ആയിരിക്കുന്ന മുരഹരനായിരിക്കുന്ന ഭഗവാന്റെ മുകുന്ദന്റെ അത്ഭുതകരമായ ആ ലീല നമുക്കും ഇന്ന് അനുസ്മരിക്കാൻ സാധിച്ചു. തുടർന്ന് ഭൗമാസുരനെ നിഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷര പൂക്കളെ സാദരം ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര
ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.